താരങ്ങളെപ്പോലെ തന്നെ അവരുടെ കുടുംബത്തെയും ഇഷ്ടപ്പെടുന്ന നിരവധി ആരാധകരുണ്ട്. പ്രിയപ്പെട്ട താരത്തിന്റെ ഭാര്യയുടെയും മക്കളുടെയും ഒക്കെ വിശേഷങ്ങൾ അറിയാനും ആരാധകർക്കേറെ ഇഷ്ടമാണ്. ഇന്ന് മഹാനടൻ മോഹൻലാലിന്റെ ഭാര്യ സുചിത്രയുടെ ജന്മദിനമാണ്. രാവിലെ തന്നെ ഭാര്യയ്ക്ക് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് മോഹൻലാൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. പ്രിയപ്പെട്ട സുജി, നിനക്ക് ജന്മദിനാശംസകൾ എന്ന അടിക്കുറിപ്പോടെയാണ് മോഹൻലാൽ ഭാര്യയ്ക്കൊപ്പമുള്ള ചിത്രം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ചിരിച്ചുകൊണ്ടിരിക്കുന്ന സുചിത്രയാണ് വീഡിയോയിലുള്ളത്. എന്നാൽ ചിത്രത്തിൽ മോഹൻലാലിനെയും സുചിത്രയെയും മാത്രമല്ല ആരാധകർ ശ്രദ്ധിച്ചത്. വളരെ സിമ്പിളായി തോന്നുന്ന സുചിത്രയുടെ ബാഗ് ശ്രദ്ധിച്ചവരും ഏറെയാണ്. ചിലരാകട്ടെ കമ്പനിയുടെ പേര് വെച്ച് അതിൻ്റെ വില വരെ കണ്ടെത്തി. കാണുമ്പോൾ മാത്രമേ ബാഗ് ഇത്ര സിമ്പിളായിട്ടുള്ളൂ, വില കുറച്ചധികം കൂടുതലാണ്. ഏകദേശം 2 ലക്ഷത്തോളമാണ് ബാഗിൻ്റെ വില. ഇരുവരും വച്ചിരിക്കുന്ന കൂളിംഗ് ഗ്ലാസും മോഹൻലാലിൻ്റെ വാച്ചുമൊക്കെ കൂടി ചേരുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയാകും. വളരെ പെട്ടെന്ന് തന്നെ താരരാജാവിൻ്റെ പോസ്റ്റ് ആരാധകർ ഏറ്റെടുത്തു. ഇതിനോടകം 40,000-ഓളം പേരാണ് പോസ്റ്റ് ലൈക്ക് ചെയ്തത്. നിരവധി പേർ പോസ്റ്റ് ഷെയർ ചെയ്തു. 100 കണക്കിന് പേർ കമൻറ്റുമായി എത്തിയിട്ടുണ്ട്. ഭൂരിഭാഗം പേരും സുചിത്രയ്ക്ക് ദീർഘായുസ് നേർന്നുകൊണ്ടാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. 1998-ലായിരുന്നു മോഹൻലാലും സുചിത്രയും വിവാഹിതരായത്. അതേസമയം ഇക്കഴിഞ്ഞ ദിവസമാണ് തൻ്റെ അമ്മയുടെ ആരോഗ്യസ്ഥിതി എത്രത്തോളം മോശമായിരുന്നുവെന്ന് നടൻ മോഹൻലാൽ പറയുന്നത്. അമ്മ ആശുപത്രിയിൽ കിടന്ന നാളത്രയും എല്ലാ തിരക്കുകളും മാറ്റിവെച്ചാണ് മോഹൻലാൽ അമ്മയ്ക്കൊപ്പം ഇരുന്നത്. അമൃത ആശുപത്രിയുടെ കീഴിൽ കഴിഞ്ഞ 13 വർഷക്കാലമായി അമ്മ ശാന്തകുമാരി ചികിത്സയിലാണ്. ഇതിനിടയിൽ നാളുകൾ നീണ്ട ആശുപത്രിവാസങ്ങൾ അന്ന് തിരക്കൊക്കെയും മാറ്റിവെച്ചാണ് ലാലേട്ടൻ ഹോസ്പിറ്റലിൽ അമ്മയ്ക്കൊപ്പം ഇരുന്നത്. അമ്മയെ സ്നേഹിക്കുന്ന പോലെ തന്നെ ഭാര്യ സുചിത്രയ്ക്കൻ ലാലേട്ടൻ കൊടുക്കുന്ന സ്നേഹത്തെക്കുറിച്ച്, ഇവരുടെ ദാമ്പത്യത്തെക്കുറിച്ചൊക്കെയും പലവട്ടം ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഇതിനിടയിലാണ് തൻ്റെ സുചിത്രയുടെ പിറന്നാൾ ദിനവും ലാലേട്ടൻ പോസ്റ്റുകൾ പങ്കിട്ടത്. അമൃത ആശുപത്രിയിൽ അമ്മ ചികിത്സയിലുള്ളപ്പോൾ ICUവിനോട് ചേർന്നുള്ള മുറിയിലായിരുന്നു ലാലേട്ടൻ താമസിച്ചത്. ഉണ്ണാതെ ഇറങ്ങാതെ പ്രാർത്ഥനയോടെ ഇരുന്ന നാളുകൾ. ഇതേപോലെയാണ് സുചിത്രയ്ക്കിടയ്ക്കൊരു മേജർ സർജറി വേണ്ടി വന്നപ്പോഴും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് സുജിയുടെ ഒപ്പം ലാലേട്ടൻ ചിലവഴിച്ചത്. ആശുപത്രിയിലെ എല്ലാ കാര്യങ്ങളും ലാലേട്ടനായിരുന്നു നോക്കിയത്. 37ാം വിവാഹ വാർഷികം അടുത്തിടെയാണ് ഇരുവരും ആഘോഷിച്ചത്. ജാതകം ചേരില്ലെന്ന കാരണത്താൽ ആദ്യം വേണ്ടെന്ന് വെച്ച കല്യാണാലോചന 2 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നിയോഗം എന്ന പോലെ വീണ്ടും വരികയും വിവാഹത്തിലേക്ക് എത്തുകയും ചെയ്തു. മോഹൻലാലിന്റെ കടുത്ത ആരാധികയായിരുന്നു സുചിത്ര. ആ ആരാധനയാണ് വിവാഹമെന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചത്. ഒരു ദിവസം പോലും മുടങ്ങാതെ താൻ നിർമ്മിച്ച കാർഡുകളും കത്തുകളും ലാലേട്ടന് സുജി അയക്കുമായിരുന്നു. അങ്ങനെ ആ സൗഹൃദമാണ് പിന്നീട് പ്രണയത്തിലേക്കും വിവാഹത്തിലേക്കും എത്തിയത്. റിപ്പോർട്ടുകൾ ശരിയെങ്കിൽ സുചിത്ര 12 വയസ്സിന് താഴെയാണ് ലാലേട്ടനേക്കാളും. 1960 മെയ് 21-നാണ് ലാലേട്ടന്റെ ജന്മദിനം. സുചിത്രയുടെ ജനനം 1972 ജൂൺ 3-ലും